സച്ചി ശ്രുതിയോട് പറയും, നീ കാരണമാണ് എൻ്റെ അച്ഛൻ ഇങ്ങനെ പറ്റിയത്, നീ 50 ലക്ഷം രൂപ എന്ന് അടിച്ചു കൊണ്ടുപോയോ, അതിന് ശേഷം തൊട്ടിട്ട് ഇവിടെ പ്രശ്നങ്ങളാണെന്ന് പറയട്ടോ. അപ്പോൾ നമ്മുടെ ശ്രുതി പറയും, നീ നിൻ്റെ ഭാര്യയും കാരണം അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായത്, അങ്കിളിന് സങ്കടം വന്നതും അത് നീ മറക്കണ്ട എന്ന് പറയും. അപ്പോൾ ശ്രുതി ഇങ്ങനെ എന്തൊക്കെയോ പറയട്ടോ. അപ്പോൾ സച്ചി പറയും, നിനക്ക് എൻ്റെ നിന്ന് കിട്ടണോടാ എന്ന് ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, ഓ ഈ 2 കാലിൽ നിൽക്കാൻ പറ്റാത്ത നീ ഇനി എന്നെ അടിക്കാൻ വരില്ലേ, ഒന്ന് പോടാന്ന് പറഞ്ഞിട്ട് ഒറ്റ തള്ളൂ കേട്ടോ. അങ്ങനെ ഇവർ തമ്മിൽ ഭയങ്കര അടിയാവും കേട്ടോ. അങ്ങനെ അടിയായിട്ട് ഇവർ 2 പേരും കൂടി നിരത്ത് കിടന്ന് അവിടെ കിടന്ന് അടി ഉണ്ടാക്കുക. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അച്ഛന് സങ്കടം വന്നിട്ട് അച്ഛന് ഇങ്ങനെ നെഞ്ചുവേദന വരും കേട്ടോ. അങ്ങനെ അച്ഛൻ അവിടെ അങ്ങനെ കുഴഞ്ഞു വീഴാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി വേഗം അച്ഛനെ പൊക്കി പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകും കേട്ടോ. അപ്പോൾ സച്ചി ആകെ ഇങ്ങനെ വിഷമിച്ച് നടക്കുക. അപ്പോൾ ഇങ്ങനെ ചന്ദ്രമതി ആണെങ്കിൽ ഇരുന്ന് കരയുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ വന്നിട്ട് പറയും, ഇത്രയും ക്രിട്ടിക്കലാണ് കണ്ടീഷൻ, അപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല, നാളെ മെയിൻ ഡോക്ടർ വരും, അപ്പം നിങ്ങൾ ചോദിച്ചോളൂ പറയും കേട്ടോ. അപ്പോൾ ചന്ദ്രമതി ഓടി വന്നിട്ട് സച്ചിയോട് പറയും, നീ കാരണമല്ലേടാ എൻ്റെ രവിയേട്ടന് ഇങ്ങനെ ഉണ്ടായത്, നീ കുടിച്ചു വന്നിട്ടല്ലേ പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ സച്ചി, കരയല്ലേ, അച്ഛനൊന്നും പറ്റില്ല, അച്ഛൻ നീക്കും, അച്ഛൻ ഉണരും, കരയല്ലേ എന്നങ്ങനെ പറയട്ടോ. അങ്ങനെ ചന്ദ്ര അവിടെ പോയി ഇരിക്കുകയാണ്, സച്ചിനെയും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കും. അങ്ങനെ ശ്രുതി വന്നിട്ട് അമ്മേനെയും പിടിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകും കേട്ടോ. അതിനുശേഷം നമ്മുടെ രേവതി ആണെങ്കിൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ സ്വപ്നമൊക്കെ കാണുന്നുണ്ട്, എന്തോ ആപത്ത് വരുന്നത് പോലെ. അങ്ങനെ രേവതി രാവിലെ നീറ്റ് എല്ലാ പണികളൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചി പായസമായിട്ട് വരികയാണ്. എന്നിട്ട് പറയും, നീ അപ്പോൾ ഹോസ്പിറ്റലിൽ പോയില്ലേ ചോദിക്കുമ്പോൾ, എനിക്കതിന് ഒരു അസുഖമില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ ഹോസ്പിറ്റലിൽ പോകണേ ചോദിക്കും. അപ്പോൾ നീയൊന്നും അറിഞ്ഞില്ലേ, സച്ചിയുടെ അച്ഛൻ ഹോസ്പിറ്റലിലാണല്ലോ നെഞ്ചുവേദന ഇട്ടെന്ന് പറയും. അപ്പോൾ രേവതി വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറ്റി അച്ഛനെ കാണാൻ പോവാ കേട്ടോ. അപ്പോൾ രേവതിക്ക് അവിടെ നിന്ന് കുറേ ചീത്തയൊക്കെ കേൾക്കുന്നുണ്ട്. നീ എന്തിന് ഇനിയും ചത്തോന്നറിയാൻ വന്നതാണോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര കുറേ ചീത്തയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, എൻ്റെ അച്ഛനെ പോലെ കാണുന്ന ആളെ ഉള്ളിൽ കിടക്കുന്നത്, ആളെന്നെ ഞാനൊന്ന് കണ്ടോട്ടെ, ഞാൻ അങ്ങനെ ഒരിക്കലും മനസ്സിൽ വിചാരിച്ചിട്ടില്ല, എനിക്കൊന്ന് കണ്ടാൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ ചന്ദ്ര പറയും, നീ അങ്ങനെയൊക്കെ പറയും, നീ നല്ല ആളാണ്, അങ്ങനെ ഇങ്ങനെ നീക്ക് എൻ്റെ താലി അർത്ഥം മാറ്റാൻ വേണ്ടിയിട്ടാണോ ശ്രീകാന്തിന് ഇങ്ങനെ ഒരു കല്യാണം നടത്തി കൊടുത്തതെന്നൊക്കെ ചോദിക്കട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ.